ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച് 102 മണ്ഡലങ്ങൾ അല്പസമയത്തിനകം പോളിംഗ് ബൂത്തിലേക്ക്. തമിഴ്നാട്ടിലെ 39ഉം ലക്ഷദ്വീപിലെയും പുതുച്ചേരിയിലെയും ഓരോ മണ്ഡലവും ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതും. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇന്ന്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമായ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർമാരെ സ്വാഗതം ചെയ്യാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ രംഗത്ത് സജീവമായി ദേശീയ നേതാക്കൾ. സൈബർ ആക്രമണവും വ്യാജവാർത്ത പ്രചരിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 42 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന പൊലീസ് മേധാവി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഇന്ന്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച് 102 മണ്ഡലങ്ങൾ അല്പസമയത്തിനകം പോളിംഗ് ബൂത്തിലേക്ക്. തമിഴ്നാട്ടിലെ 39ഉം ലക്ഷദ്വീപിലെയും പുതുച്ചേരിയിലെയും ഓരോ മണ്ഡലവും ഇന്ന് ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതും. അരുണാചൽ പ്രദേശിൽ 60ഉം സിക്കിമിൽ 32ഉം നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും. ഡെസ്ക് റിപ്പോർട്ട്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. 16,63,00,000 പേർ 1,625 സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കും. തമിഴ്നാട്ടിലെ 39, രാജസ്ഥാനിലെ 12, ഉത്തർപ്രദേശിലെ 8, മധ്യപ്രദേശിലെ 6, ഉത്തരാഖണ്ഡ്, അസം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 5 വീതം, ബീഹാറിൽ 4, പശ്ചിമബംഗാളിൽ 3, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ എന്നിവിടങ്ങളിൽ 2 വീതം മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിൽ വിധിയെഴുതും. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഛത്തീസ്ഗഡ്, മിസോറാം, നാഗാലാന്റ്, സിക്കിം, ത്രിപുര, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റിലുമാണ് ഇന്ന് വോട്ടെടുപ്പ്. 7 ഘട്ടങ്ങളായാണ് ലോക്സഭയിലേക്ക് വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നത്. വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമായ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർമാരെ സ്വാഗതം ചെയ്യാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവും പരപ്രേരണ ഇല്ലാത്തതും എല്ലാവരുടെയും പങ്കാളിത്തത്തോടും കൂടിയ വോട്ടെടുപ്പ് നടത്താൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. വോട്ടർമാർ പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് കമ്മീഷൻ വിലയിരുത്തി. ഉത്തരവാദിത്തത്തോടെയും അഭിമാനത്തോടെയും വോട്ട് ചെയ്യണമെന്ന് ദേശീയ ടെലിവിഷൻ സന്ദേശത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിൽ അല്പസമയത്തിനകം വോട്ടെടുപ്പ് ആരംഭിക്കും. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്കിടയിലെ ഭൂവിഭാഗമാണ് മാഹി. മാഹിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഞങ്ങളുടെ കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു. പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പല ബൂത്തുകളിലും ചെറു വരികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. രാവിലെ 5:30 മോക്ക് പോളിംഗ് ആരംഭിച്ചു. 31 ബൂത്തുകളാണ് മാഹിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. എല്ലാ ബൂത്തുകളും പിങ്ക് ബൂത്തുകളാണ് എന്നതാണ് മാഹിയിലെ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരും ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥകളാണ് ഓരോ പോളിംഗ് ബൂത്തും നിയന്ത്രിക്കുന്നത്. 140 വനിതാ ഉദ്യോഗസ്ഥകളെയാണ് ഇത്തരത്തിൽ ബൂത്തുകളിൽ നിയോഗിച്ചിട്ടുള്ളത്. മുഴുവൻ ബൂത്തുകളിലും വനിതകൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നതോടെ മാഹി ചരിത്രത്തിൽ ഇടം നേടുകയാണ് എന്ന് തന്നെ പറയാം. മാതൃകാ പോളിംഗ് സ്റ്റേഷനായി നിശ്ചയിച്ച പള്ളൂരിലെ VNP ഹയർ സെക്കൻഡറി സ്കൂൾ അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് മാഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ആകെ 31,038 വോട്ടർമാരാണ് മാഹിയിലുള്ളത്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ രാവിലെ 7:30 വോട്ടെടുപ്പ് ആരംഭിക്കും. 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 29,278 പുരുഷന്മാരും 28,506 സ്ത്രീകളും ഉൾപ്പെടെ 57,784 പേരാണ് ദ്വീപിലെ വോട്ടർമാർ. 4 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും കൊണ്ടും കൊടുത്തും പ്രചാരണവുമായി മുന്നേറുകയാണ്. 3 മുന്നണികളുടെയും ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്. പരമാവധി വോട്ടുറപ്പിക്കുന്നതിന് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വാഗ്ദാനങ്ങളുമായി തെരഞ്ഞെടുപ്പ് രംഗം കടുത്ത ചൂടിലാണ്. പരസ്യപ്രചാരണം ബുധനാഴ്ച വൈകിട്ട് അവസാനിക്കും. അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ 250-ലധികം നിരീക്ഷകരുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഡിയോ കോൺഫറൻസിംഗ് നടത്തി. സുഗമവും സ്വതന്ത്രവും നീതിയുക്തവുമായ പോളിംഗ് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും സുതാര്യവുമായി പൂർത്തീകരിക്കാൻ സംസ്ഥാനത്ത് 50 തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. 20 പൊതുനിരീക്ഷകരും 20
ചെലവ് നിരീക്ഷകരും 10 പോലീസ് നിരീക്ഷകരുമാണ് പ്രവർത്തിക്കുന്നത്. കാസർകോട് മണ്ഡലത്തിൽ ഇലക്ട്രോണിക് വോട്ടെടുപ്പ് യന്ത്രത്തിന്റെ കമ്മീഷനിങ്ങിന്റെ ഭാഗമായി നടത്തിയ മോക്ക് പോളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. പരാതി ഉയർന്നതിനെ തുടർന്ന് ഇതു സംബന്ധിച്ച് കാസർകോട് ജില്ലാ കലക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കമ്മീഷനിങ്ങിന്റെ ഭാഗമായി നടത്തിയ മോക്ക് പോളിനിടെ അധികമായി വിവിപാറ്റ് സ്ലിപ്പ് പുറത്തുവന്നതാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥിത്വം കൊണ്ട് VIP മണ്ഡലമായ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. പരമാവധി ദേശീയ നേതാക്കളെ ജില്ലയിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനാണ് 3 മുന്നണികളുടെയും ശ്രമം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കായി AICC ജനറൽ സെക്രട്ടറിയും സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധിയും തെലങ്കാന മുഖ്യമന്ത്രി രേവേന്ദ്ര റെഡ്ഡി, തെലങ്കാന വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അനസൂയ സീതക്കയും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ എത്തിച്ച് പ്രചാരണം ശക്തമാക്കി. നാളെ അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും 22-ന് വീണ്ടും പ്രിയങ്കയും വയനാട്ടിൽ പ്രചാരണത്തിനായി എത്തും. LDF സ്ഥാനാർത്ഥിയും CPI ദേശീയ നേതാവുമായ ആനി രാജയ്ക്കായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, D രാജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും പ്രചാരണത്തിനായി മണ്ഡലത്തിൽ എത്തി. NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന പ്രസിഡന്റുമായ K സുരേന്ദ്രന് വേണ്ടി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും പ്രചാരണത്തിനായി ജില്ലയിലെത്തി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസ്ഥാനത്ത് ഇന്ന് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ വയനാട്ടിലും തുടർന്ന് പാലക്കാട്ടും അദ്ദേഹം പരിപാടികളിൽ സംസാരിക്കും. വൈകിട്ട് 3-ന് കോട്ടയത്താണ് JP നദ്ദയ്ക്ക് പരിപാടി. വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന നദ്ദ മടവൂർപ്പാറ ജംഗ്ഷനിൽ നിന്ന് ബാലരാമപുരം സാലി ഗോത്ര തെരുവിലേക്ക് റോഡ് ഷോ നടത്തും. LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ നേതാക്കൾ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. കോട്ടയം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടിന്റെ പ്രചാരണാർത്ഥം CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഇന്ന് കുമരകത്തും കുടമാളൂരും നാട്ടകത്തും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കും. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് 2ാംഘട്ട മണ്ഡല പര്യടനം തുടരുന്നു. BJP ഇതര പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മലപ്പുറം ജില്ലയിൽ LDF പ്രചാരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മുക്കത്ത് നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ ആക്രമണവും വ്യാജവാർത്ത പ്രചരിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 42 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം, വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്വേഷം ഉളവാക്കുന്ന തരത്തിലും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചെയ്തവർക്കെതിരെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും 24 മണിക്കൂറും പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിസ്മയങ്ങൾ നിറച്ച് തൃശൂർ പൂരം ഇന്ന് പെയ്തിറങ്ങും. ജനലക്ഷങ്ങൾ ശക്തന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തും. രാവിലെ 6 മുതൽ ചെറുപൂരങ്ങൾ വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തുകയാണ്. തുടർന്ന് മഠത്തിൽ വരവ് രാവിലെ 11-നും ഇലഞ്ഞിത്തറമേളം 2-നും പ്രധാന ചടങ്ങായ വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ച കുടമാറ്റം വൈകിട്ട് 4-നും അരങ്ങേറും. നാളെ പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. മൊഹാലിയിൽ മുംബൈ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 19.1 ഓവറിൽ 183 റൺസെടുത്ത് എല്ലാവരും പുറത്തായി. ISL ഫുട്ബോൾ പ്ലേ ഓഫിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ജയിക്കുന്ന ടീം സെമിഫൈനൽ യോഗ്യത നേടും. കൊച്ചി വാട്ടർ മെട്രോ ഞായറാഴ്ച ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് ആരംഭിക്കും. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനെ തുടർന്നാണിത്. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച 14ാമത് ബോട്ട് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ഓരോ പൌരനും ജാഗ്രതയോടെ ജീവിക്കാൻ പ്രാപ്തമാകുന്നതിന് ആവശ്യമായ തരത്തിൽ പ്രവർത്തനങ്ങളാണ് പുതിയ കാലത്തെ സാക്ഷരതാ പ്രവർത്തനമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടർ K ജയകുമാർ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഓരോ പൌരനും നേരിടുന്ന ഡിജിറ്റൽ സാക്ഷരത, നിരക്ഷരത, സാമ്പത്തിക നിരക്ഷരത എന്നിവയ്ക്ക് വേണ്ടിയാവണം ഇനി സാക്ഷരതാ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ദിനാചരണ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച് 102 മണ്ഡലങ്ങൾ അല്പസമയത്തിനകം പോളിംഗ് ബൂത്തിലേക്ക്. തമിഴ്നാട്ടിലെ 39ഉം ലക്ഷദ്വീപിലെയും പുതുച്ചേരിയിലെയും ഓരോ മണ്ഡലവും ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതും. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇന്ന്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമായ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർമാരെ സ്വാഗതം ചെയ്യാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ രംഗത്ത് സജീവമായി ദേശീയ നേതാക്കൾ. സൈബർ ആക്രമണവും വ്യാജവാർത്ത പ്രചരിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 42 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഇന്ന്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.